ഒരു മിനിറ്റ് ശ്രീ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഷീറിന്റെ കൊലയാളികളെ അങ്ങേക്ക് അരികിൽ ഇരുത്തരുത്, എങ്കിൽ ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കും. കഴിഞ്ഞ ദിവസം ഉയർന്ന അതിശക്തമായ, അതായത് ചിലരുടെ കാതുകളിലേക്ക് തുളച്ചു കയറിയ മാധ്യമപ്രവർത്തകരുടെ വാക്കുകളാണിത്. തിരുവനന്തപുരത്താണ് സംഭവങ്ങൾ അരങ്ങേറിയത്. കൃഷി മന്ത്രി ടി സിദ്ദീഖിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ 1-ാം പ്രതിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. ശ്രീറാം വെങ്കിട്ടരാമൻ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇരിക്കില്ലെന്ന് മാധ്യമപ്രവർത്തകർ നിലപാടെടുത്തു. പ്രതിഷേധ സ്വരമുയർന്നു. പിന്നാലെ ശ്രീറാം വെങ്കിട്ടരാമന് നിർബന്ധിതമായിട്ട് ഇറങ്ങി പോകേണ്ടി വന്നു. ആ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നും മാധ്യമപ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ താൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ശ്രീറാം വെങ്കിട്ടരാമൻ മന്ത്രിയുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് പോവുകയായിരുന്നു. മന്ത്രി മാധ്യമപ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശ്രമമൊക്കെ വിഫലമായി. ബഹളം കൂടുകയായിരുന്നു. മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം എതിർപ്പ് പ്രകടിപ്പിച്ചു, എതിർപ്പിന്റെ സ്വരമുയർത്തി. ഇതോടെ ശ്രീറാം വാർത്താ സമ്മേളനത്തിൽ നിന്നും പുറത്തിറങ്ങിപ്പോയി. പിന്നാലെ മന്ത്രിയുടെ വാർത്താ സമ്മേളനം വീണ്ടും തുടങ്ങുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൃഷി മന്ത്രിയായിരുന്ന P. പ്രസാദ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ ഒപ്പം ഇരുന്നിരുന്നു. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെയാണ് ശ്രീറാം സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ച് മാധ്യമപ്രവർത്തകനായ മലപ്പുറം തിരൂർ സ്വദേശി ബഷീർ മരിച്ചത്. ഈ കേസിൽ ഓഗസ്റ്റിലാണ് വിചാരണ തുടങ്ങുന്നത്. ശ്രീറാം വെങ്കിട്ടരാമനാണ് ഏക പ്രതി. വഫ ഫിറോസിനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അതായത് ശ്രീറാം വെങ്കിട്ടരാമനൊപ്പം അന്ന് കാറിലുണ്ടായിരുന്ന വ്യക്തിയാണ് വഫ ഫിറോസ്. ഈ സംഭവമൊക്കെ നമുക്ക് അറിയാവുന്ന മലയാളികൾക്ക് ഒട്ടും മറക്കാനാകില്ല ഈ സംഭവങ്ങളൊന്നും. നിയമസഭയിലെ മീഡിയ റൂമിലായിരുന്നു കൃഷി മന്ത്രി ടി സിദ്ദീഖ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഇവിടെയാണ് കൃഷി വകുപ്പ് ഡയറക്ടറായ ശ്രീറാം വെങ്കിട്ടരാമൻ മന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ഇതോടെ മാധ്യമപ്രവർത്തകർ കടുത്ത പ്രതിഷേധ സ്വരമുയർത്തുകയും പിന്നാലെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയുമായിരുന്നു. അതായത് KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമനെ മന്ത്രിയുടെ ഒപ്പമിരുത്തി വാർത്താ സമ്മേളനം നടത്താൻ അനുവദിക്കില്ല എന്ന് മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുകയായിരുന്നു. കൊലയാളിയെ മന്ത്രിക്കൊപ്പം ഇരുത്തരുതെന്നാണ് മാധ്യമപ്രവർത്തകർ ആക്രോശിച്ചത്. തുടർന്ന് വാർത്താ സമ്മേളന ഹാളിൽ പ്രതിഷേധം ശക്തമായതോടെ താൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് മന്ത്രിയോട് പറയുകയും മാധ്യമപ്രവർത്തകരെ അനുനയിപ്പിക്കുകയും അവിടെ ഇരുന്നോളൂ, പ്രതിഷേധം വേണ്ട, ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് ശ്രീറാം വെങ്കിട്ടരാമൻ ഹാളിൽ നിന്നും പുറത്തിറങ്ങിപ്പോകാൻ നിർബന്ധിതനാകുകയായിരുന്നു. 2019 ആ അപകടവും മരണവും സംഭവിച്ചത്. IAS ഉദ്യോഗസ്ഥനും സർവേ ഡയറക്ടറുമായ ശ്രീറാം വെങ്കിട്ടരാമൻ സഞ്ചരിച്ച കാർ ഇടിച്ച് സിറാജ് ദിനപത്രം തിരുവനന്തപുരം യൂണിറ്റ് മേധാവി മലപ്പുറം തിരൂർ സ്വദേശി KM ബഷീറാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞ കേസാണിത്. ഇത് സ്ഥിരീകരിക്കാൻ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. മാത്രമല്ല, ശ്രീറാം വെങ്കിട്ടരാമനൊപ്പം വഫ ഫിറോസ് എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ആ കാറ്. വഫയും കാറിലുണ്ടായിരുന്നു. അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്ന കാര്യത്തിൽ ഒരു കൃത്യതയില്ലാത്ത രീതിയിലാണ് മൊഴികൾ വന്നത്. വഫയാണ് കാർ ഓടിച്ചതെന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ പോലീസിനോട് പറഞ്ഞു. എന്നാൽ ശ്രീറാമാണ് കാർ ഓടിച്ചിരുന്നത്. കാർ അമിത വേഗത്തിലായിരുന്നു. ദൃക്സാക്ഷിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ ഷഫീഖ് പോലീസിന് മൊഴി നൽകിയിരുന്നു. വൈദ്യപരിശോധനയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ അപകടത്തിൽ ശ്രീറാമിന് കൈക്ക് പരിക്ക് പറ്റിയിരുന്നു. പിന്നാലെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ശ്രീറാമിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 1 മണിയോടെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന് സമീപത്ത് ഈ അപകടം സംഭവിച്ചത്. വെള്ളയമ്പലത്തിൽ നിന്നും പാളയം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബൈക്കിനെ പിന്നിൽ നിന്നെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ മ്യൂസിയം പോലീസ് പരിക്കേറ്റ ബഷീറിനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ പോലീസുമായി ചില ഒത്തുകളികൾ നടന്നു. അതായത് പോലീസ് വേണ്ട രീതിയിൽ ഒരു നടപടികൾ എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് മദ്യപിച്ചിരുന്നോ എന്ന് തെളിയിക്കാൻ, അതായത് പിടികൂടിയ ഉടനെ തന്നെ ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചു. വലിയ ആരോപണങ്ങളൊക്കെ നേരിട്ട കേസാണ്. മാത്രമല്ല, പഠനാവധി കഴിഞ്ഞെത്തിയ ശ്രീറാം വെങ്കിട്ടരാമനെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടറായി നിയമിക്കുകയായിരുന്നു. കേരള ലാൻഡ് ഇൻഫർമേഷൻ മിഷൻ പ്രോജക്ട് ഡയറക്ടർ, ഹൗസിംഗ് കമ്മീഷണർ, ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി എന്നീ അധിക ചുമതലകളും ശ്രീറാമിന് നൽകിയിരുന്നു. മലപ്പുറം തിരൂരിൽ സിറാജ് ദിനപത്രത്തിന്റെ പ്രാദേശിക റിപ്പോർട്ടറായിട്ട് പത്രപ്രവർത്തനം തുടങ്ങിയ KM ബഷീർ സിറാജ് ദിനപത്രത്തിന്റെ മലപ്പുറം സ്റ്റാഫ് റിപ്പോർട്ടറായും തിരുവനന്തപുരം ബ്യൂറോ ചീഫായും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. എന്തായാലും ഇത്തരത്തിലായിരുന്നു അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു പൊസിഷനുകൾ, അതായത് വർക്കുമായി ബന്ധപ്പെട്ടുള്ള പൊസിഷനുകൾ.
പിന്നാലെ ശ്രീറാം വെങ്കിട്ടരാമന് സ്ഥാനപദവി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ വീണ്ടും അദ്ദേഹം സർവീസിലേക്ക് തിരിച്ചെത്തി ഇപ്പോൾ കൃഷി വകുപ്പ് ഡയറക്ടർ എന്ന പദവിയിൽ തന്നെ ഇരിക്കുകയാണ്. ജൂൺ 1 വാദം കേൾക്കാൻ ഇരിക്കുകയാണ്, വിചാരണ തുടങ്ങുകയാണ്. തിരുവനന്തപുരം 1 അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുക. IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനാണ് കേസിലെ പ്രതി. 2ാം പ്രതിയായിരുന്ന വഫയെ കോടതി കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സംഭവം നടന്നിട്ട് 7 വർഷങ്ങൾ പിന്നിടുകയാണ്. അപ്പോഴാണ് കേസിൽ വിചാരണ തുടങ്ങുന്നത്. 2019 ഓഗസ്റ്റ് 3 നടന്ന സംഭവം, അതിലും ആ ഒരു സംഭവത്തിൻ്റെ വിചാരണ ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇനി വിചാരണ കഴിഞ്ഞ് എന്തൊക്കെയാണ് സംഭവിക്കാവുന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വാഹനം ഓടിച്ചത് വഹ ഫിറോസ് ആണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ ശ്രമിച്ചത്. തുടക്കത്തിൽ തന്നെ ഒരുപാട് കൃത്രിമങ്ങൾ, അട്ടിമറികളൊക്കെ ഈ കേസിൽ നടത്താൻ ശ്രമിച്ചിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്നും. വണ്ടി ഓടിച്ചത് വഫയാണെന്ന് ആദ്യം പോലീസും പറഞ്ഞിരുന്നു. എന്നാൽ ദൃക്സാക്ഷികളും മാധ്യമപ്രവർത്തകർ ഇടപെട്ടതോടെ ശ്രീറാമിൻ്റെ പോലീസിന്റെ നീക്കം തകർന്നു.